Amen. Praise the Lord. Hallelujah. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമോ? दोनों हाथों को उठा करके हम प्रभु की स्तुति कर सकते हैं. Amen. Praise the Lord. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന ബഹുമാന്യരാകുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. और इस आशीषित संध्या समय के लिए मैं परमेश्वर को धन्यवाद देना चाहता हूं. आज जितने लोग इस सभा में जुड़े हैं आप सभी को भी दिल से हम स्वागत करते हैं. ഈ പ്രത്യേകമാകുന്ന എൻകൗണ്ടർ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അഭിഷക്തന്മാരെയും, പ്രത്യേകിച്ച് പാസ്റ്റർ ഫിലിപ്പോസ് മാത്യു അങ്ങനെയുള്ള എല്ലാ അഭിഷക്തന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. और विशेष करके इस प्रकार से एनकाउंटर टाइम करके इन सभाओं का आयोजन करने के लिए जितने अभिषिक्तों को प्रभु ने इस्तेमाल मिले उन सभी के लिए मैं प्रभु को धन्यवाद देना चाहता हूं, विशेष करके पास्टर फिलिपोस मैथ्यू को. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. आज रात प्रभु के वचन की ओर हमारे ध्यान को हम ले जाएं. എൻകൗണ്ടറിന് ആഗ്രഹിക്കുന്നവരാകുന്നു ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. और मैं विश्वास करता हूं कि जो लोग अपने जीवन में एक ईश्वरीय मुलाकात, एक एनकाउंटर की चाहत रखते हैं, आप इस सभा में जुड़े हुए हैं. വളരെ വ്യത്യസ്തമാകുന്ന ഒരു നിലയിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുവാൻ പോകുന്നു. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. और मैं विश्वास करता हूं कि आने वाले दिनों में परमेश्वर इस देश में अद्भुत असाधारण रीति से अपने कार्यों को करना चाहता है और उसके लिए चुनाव आपके ऊपर है. ഈ പ്രാരംഭ ദിവസത്തിൽ ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. और आज एक शुरुआती तौर पर कुछ बातों को मैं आपके सम्मुख में रखना चाहूंगा. പ്രഥമമായിട്ട് ഒരു വാക്യം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 13-ാമത്തെ അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. प्रेरितों के कार्य 13वां अध्याय और उसका 41वां पद मैं आरंभ में पढ़ना चाहूंगा. ആമേൻ. അതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ 40-ാമത്തെ വാക്യമാണ്, ഇംഗ്ലീഷിൽ 41-ാമത്തെ വാക്യം. ഹേ നിന്നക്കാരെ നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ. प्रेरितों के कार्य 13वां अध्याय उसका 41वां पद. हे निंदा करने वालों, देखो और चकित हो और मिट जाओ, क्योंकि मैं तुम्हारे दिनों में एक काम करता हूं, ऐसा काम कि यदि कोई तुमसे उसकी चर्चा करे तो तुम कभी विश्वास न करोगे. ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചനമാണ് ഇവിടെ പൗലോസ് ആവർത്തിക്കുന്നത്. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ, ആശ്ചര്യപ്പെട്ടു വിസ്മയിപ്പീൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. और हबक्कुक नबी के द्वारा कही गई जो बात है उसका पहला अध्याय उसका 5वां पद. जाति जाति की ओर चित्त लगाकर देखो और बहुत ही चकित हो, क्योंकि मैं तुम्हारे ही दिनों में ऐसा काम करने पर हूं कि जब वह तुमको बताया जाए तो तुम उसकी प्रतीति न करोगे. ഇത് യഹൂദന്മാർക്കുള്ളൊരു സന്ദേശമാണ്. അവരോട് പറയുകയാണ്, ഞാൻ ജാതികളുടെ നടുവിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുകയാണ്, പക്ഷെ നിങ്ങൾക്കത് വിശ്വസിക്കുവാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. और ये यहूदी लोगों के लिए एक संदेश है कि मैं जातियों के बीच में एक कार्य करने जा रहा हूं, लेकिन तुम विश्वास कर पाओगे या नहीं कर पाओगे, मुझे संदेह है. ഇതിന് സമാനമാകുന്ന ഒരു കാര്യമാണ് ഈ തലമുറയിൽ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. और उसी के समान एक बात हमारे दिनों में भारत में होने जा रहा है. മുൻപരിചയങ്ങളുള്ളവർ, നീണ്ട വർഷങ്ങളുടെ ആത്മീക പരിചയമുള്ളവരൊക്കെ വളരെ സൂക്ഷിക്കണം. ഒരുപക്ഷെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർക്ക് വിശ്വസിക്കുവാൻ പ്രയാസം തോന്നുന്ന ഒരു കാര്യം യേശു ഈ രാജ്യത്ത് ചെയ്യുവാൻ പോകുന്നു. और विशेष करके सेवकाई में काफी लंबे वर्षों का अनुभव पाए हुए लोग और मेरे समान सेवकाई में लिप्त लोग, हमें अधिक ध्यान देने की जरूरत है. ऐसे समयों में प्रभु किसी को भी खड़ा कर सकता है. ഈ കഴിഞ്ഞ ദിവസം 2 യൗവനക്കാര് ഞങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തി. और पिछले दिन 2 जवानों ने हमारे साथ में बातचीत की. ഒരാൾ ബികോമിന് പഠിക്കുന്നു, മറ്റൊരാൾ 20കളിലുള്ളവരാണ്. അവരുടെ ആശയവിനിമയത്തിൽ നിന്ന് അവർക്ക് ഉണ്ടായ ചില അമാനുഷികമാകുന്ന, സുപ്പർനാച്ചുറൽ ആകുന്ന ചില അനുഭവങ്ങളാണ് അവർ ഞങ്ങളുമായി പങ്കുവച്ചത്. और 2 जवानों ने जो कॉलेज में पढ़ाई करते हैं, उन्होंने आपसी बातचीत में जो अलौकिक अनुभव उन्होंने पाया वो हमारे बीच में बांटा. ഒരാൾക്ക് ഈഗിളിനെ കുറിച്ചുള്ള ചില ചിന്തകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തു. और एक
व्यक्ति को प्रभु ने वचन में से उकाब के बारे में कुछ बातें सिखाई। അതിനുശേഷം രസാവഹമാകുന്ന കാര്യം, തൻ്റെ വീട്ടിൽ പല ഈഗിളുകൾ വരാൻ തുടങ്ങി. താൻ ആ ടെറസിലൊക്കെ ആയിരിക്കുമ്പോൾ, വീടിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുമ്പോൾ ഈഗിളുകൾ ആ വീടിൻ്റെ അരികിലേക്ക് വരുവാൻ തുടങ്ങി. और उसके बाद बड़े ही मजाक के अंदाज में हम समझ सकते हैं कि उसके घर के चारों ओर काफी उकाब उड़कर आने लगे और उकाबों को आना जाना उसने देखा। ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. और ऐसे कुछ परिस्थितियों से भी पवित्र आत्मा हमसे बातचीत कर सकता है। പ്രകൃതിയിലുള്ള പലതിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. അതിനെ നോക്കുമ്പോൾ നമുക്ക് ചില ആശയങ്ങൾ ലഭിക്കും. और प्रकृति में होने वाली कई बातों से भी हम प्रभु के बातों को समझ सकते हैं। कई विचारों को पवित्र आत्मा उन बातों के द्वारा हम तक पहुंचा सकता है। പക്ഷികളിൽ നിന്ന് പഠിക്കാനുണ്ട്, മൃഗങ്ങളിൽ നിന്ന് പഠിക്കുവാനുണ്ട്, ഈ പ്രകൃതിയിലുള്ള പലതിൽ നിന്നും നമുക്ക് പഠിക്കുവാനുണ്ട്. पक्षियों से, पशुओं से, इस प्रकृति की कई बातों से हमें सीखने के लिए बहुत सारी चीजें हैं। ആ യൗവനക്കാരനോട് പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തിൽ ഒരു ബോധ്യം കൊടുത്തു. ഒരു പുതിയ ബ്രീഡിനെ, ഒരു പുതിയ തരം പുത്രന്മാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. और उस जवान को प्रभु ने एक बात उसके मन में डाली कि एक नई तरह की एक प्रजा को, एक नई पीढ़ी को पवित्र आत्मा खड़ा करने जा रहा है। പരുന്തിൻ്റെ പ്രകൃതങ്ങൾ, സിംഹത്തിൻ്റെ പ്രകൃതങ്ങൾ, ഇതിൻ്റെ ഒരു സമ്മേളനം ആ പുതിയ ബ്രീഡിൽ കാണുവാൻ കഴിയും. और उकाब के समान, सिंह के समान विशेषता वाले, गुण वाली एक पीढ़ी को प्रभु खड़ा करने जा रहा है। വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പോകുമ്പോൾ, प्रकाशित वाक्य उसका 4था अध्याय और उसका 7वां पद यदि हम देखें तो ഇങ്ങനെ ഒരു കാര്യം കാണാൻ കഴിയുന്നു. ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാം ജീവി മനുഷ്യരെ പോലെ മുഖമുള്ളതും, നാലാം ജീവി പറക്കുന്ന കഴുകിന് അല്ലെങ്കിൽ ഈഗിളിന് സദൃശ്യം. और प्रकाशित वाक्य 4 के 7 में लिखा है कि पहला प्राणी सिंह के समान है और दूसरा प्राणी बछड़े के समान है, तीसरे प्राणी का मुंह मनुष्य का सा है और चौथा प्राणी उड़ते हुए उकाब के समान है। ഇതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് 4 ദൂതന്മാരെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. और अलग अलग टिप्पणियां इनको इस पद को लेकर है। कुछ लोग कहते हैं कि ये 4 दूतों को प्रतिनिधित्व करते हैं। ഇതിൽ നിന്ന് 4 സുവിശേഷങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ സ്വീകരിക്കുവാൻ കഴിയുമെന്ന ഒരു വ്യാഖ്യാനമുണ്ട്. और कुछ लोग कहते हैं कि चारों सुसमाचारों के सार को हम इन 4 प्रतीकों से समझ सकते हैं। ഞാൻ ഈ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഇത്തരത്തിലുള്ള സിംബൽസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. और मैं ये वचन इसलिए मैंने पढ़ा कि अलग अलग प्रतीकों के द्वारा परमेश्वर का पवित्र आत्मा हमसे बातचीत करता है। ഈ യൗവനക്കാരനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈഗിൾ ലയൺ ബ്രീഡിനെ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. और इस जवान से प्रभु का आत्मा कहता है कि उकाब और सिंह के नाई एक पीढ़ी को पवित्र आत्मा इन दिनों में खड़ा करने जा रहा है। നമ്മൾ ഓരോരുത്തരും തന്നെയാണ്, എന്നാൽ നമ്മിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുവാൻ പോകുന്നു. ആ രൂപാന്തരീകരണത്തോടുകൂടെ നമ്മുടെ പ്രകൃതത്തിന് മാറ്റമുണ്ടായി ഈ തലമുറയിൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു മാറ്റമുള്ളവരായി കർത്താവ് നമ്മെ മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. और प्रियो, मुझे और आपको पवित्र आत्मा हमारे स्वभावों के अंदर, हमारे कार्य करने की क्षमताओं के अंदर एक बदलाव को लाकर पवित्र आत्मा मुझे और आपको इन दिनों में इस्तेमाल में लेना चाहता है। മനസ്സിലാകുന്ന ആശയത്തിൽ പറയാം, നിങ്ങളുടെ നടുവിൽ നിന്ന് അന്ത്യകാല ഉണർവിന് കർത്താവ് ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. और आपको समझ में आ सके इस प्रकार से मैं कहूं, आपके बीच में से अंत की जागृति के लिए परमेश्वर कुछ लोगों को खड़ा करने जा रहा है। അവർക്ക് വ്യത്യസ്തമാകുന്ന ചില ഡിവൈൻ നേച്ചേഴ്സ് പരിശുദ്ധാത്മാവ് കൊടുക്കാൻ പോകുന്നു. और पवित्र आत्मा उनको कुछ अलग स्वभाव देने जा रहा है। മറ്റൊരു യൗവനക്കാരന് ഒരു പ്രകൃതിയാതീത അനുഭവം ഉണ്ടായപ്പോൾ താൻ കണ്ട ഒരു ദർശനത്തിൽ ഇതിന് സമാനമാകുന്നൊരു കാര്യം അദ്ദേഹവും അനുഭവിക്കുവാനിടയായി. और दूसरे एक जवान ने प्रार्थना में एक दर्शन में इसी के तुल्य एक दूसरा अनुभव पाया। ഇങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ, ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, और संक्षेप में मैं कहूं, परमेश्वर यदि किसी को इस्तेमाल में लेना चाहता है तो ആ വ്യക്തി ഗ്ലോറി കൊണ്ട് നിറയുകയാണ്. वह व्यक्ति महिमा से भर जाता है। ആ ഗ്ലോറി കൊണ്ട് നിറഞ്ഞ വ്യക്തി നടന്നു പോകുമ്പോൾ और वह महिमा से भरा हुआ व्यक्ति जब चल कर जाता है,
മുൻപിൽ ഒരു പർവ്വതമുണ്ടെങ്കിൽ ആ പർവ്വതത്തെ ഇടിക്കുവാൻ വേണ്ടി ആ വ്യക്തി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ വ്യക്തി നടന്നു ചെല്ലുമ്പോൾ തന്നെ ആ പർവ്വതത്തിൻ്റെ ഉള്ളിൽ ഒരു തുരങ്കം സൃഷ്ടിക്കപ്പെടുകയാണ്. और वह महिमा को लेकर चलने वाला व्यक्ति, मानो उसके सामने एक पहाड़ आ जाए तो उस पहाड़ को हटाने के लिए उसको स्वयं कुछ करने की जरूरत नहीं है. वह जब उस दिशा में आगे कदमों को बढ़ाता है, उसके ऊपर जो महिमा है उस पहाड़ के अंदर एक सुरंग का निर्माण कर देती है. ആ വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ ഗർത്തത്തിൻ്റെ അരികിൽ വരുന്നു. ആ ഗർത്തത്തിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മണ്ണും കല്ലുമെല്ലാം ഉയർന്നു വന്ന് ആ വ്യക്തിക്ക് വേണ്ടി ഒരു വഴി അവിടെ തുറക്കപ്പെടുകയാണ്. और वह व्यक्ति जैसे जैसे कदमों को आगे बढ़ाता है, उसके लिए वहां पर रास्ता खुलता चला जाता है. एक सुरंगनुमा रास्ता हो जाता है. वहां का मिट्टी पत्थर स्वतः हट जाता है. എന്താണ് അതിൻ്റെ ആശയം? उसका अर्थ क्या है? ഈ പുതിയ തലമുറയിൽ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നവർ സമ്പൂർണ്ണമായി യേശുവിൽ ആശ്രയിക്കുന്നവരായിരിക്കും. और इस पीढ़ी में प्रभु जिन्हें खड़ा करेगा वो पूरी रीति से यीशु मसीह पर निर्भर रहने वाले लोग होंगे. അവരുടെ മുന്നേറ്റത്തെ പർവ്വതങ്ങൾക്ക് തടയുവാൻ കഴിയുകയില്ല. और उनके आगे कुछ करने के उस स्वभाव को कोई पहाड़ रोक नहीं पाएगा. അവരുടെ മുന്നേറ്റങ്ങളെ, പുരോഗതികളെ ഗർത്തങ്ങൾക്ക് തടയുവാൻ കഴിയത്തില്ല. और उनके आगे जाने को कोई तराई रोक नहीं पाएगी. ആ നിലവാരത്തിലുള്ള ഒരു പുതിയ ബ്രീഡിനെ, ഒരു പുതിയ തരം പുത്രന്മാരെ, വചനത്തിന്റെ പുത്രന്മാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. और उस प्रकार के स्वभाव वाली एक पीढ़ी को जो वचन आधारित होगी, इन अंत के दिनों में पवित्र आत्मा खड़ा करना चाह रहा है. പ്രകൃതിയിൽ കാണുന്ന ചില കാര്യങ്ങളിൽ നിന്ന് അവരുടെ ചില നേച്ചേഴ്സ്, ചില പ്രകൃതങ്ങൾ ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. और हमारे आसपास के इस वातावरण में जब हम कई बातों को देखते हैं, कई बातों के स्वभावों को हम बड़ी आसानी से समझ पाते हैं. उन बातों में से कुछ बातों को आज मैं आपको बताना चाहूंगा. ആ തലമുറയ്ക്ക് നമുക്ക് ന്യൂ സൺസ് ഓഫ് ഗോഡ് ന്യൂ സൺസ് ഓഫ് ഗോഡ് എന്ന് നമുക്ക് അവർക്ക് പേര് കൊടുക്കാം. और हम उस नई पीढ़ी को हम इस प्रकार से नाम दे सकते हैं, न परमेश्वर के नए पुत्र. 1 പത്രോസ് 1:23 നമുക്ക് വചനത്തിന്റെ പുത്രന്മാരെന്നൊരു പ്രയോഗം കാണുവാൻ കഴിയുന്നുണ്ട്. और पहला पत्रस 1 उसके 23 के अंदर हम देखते हैं कि वचन के द्वारा नए जन्म पाए हुए पुत्र, इस प्रकार से हम एक उपयोग को देखते हैं. ദൈവം പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ആ പുത്തൻ കൂട്ടത്തെ നമുക്ക് വചനത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കാം. और जिन्हें परमेश्वर इस्तेमाल में लेना चाहता है, उस पीढ़ी को वचन के द्वारा जन्मे हुए पुत्र, इस प्रकार से हम उन्हें पुकार रहे. ഞാൻ ഈ ഭാഗങ്ങൾ ഓർത്തു കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിലെ ചില സംഭവങ്ങൾ എൻ്റെ ഹൃദയത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി. और जब मैं इस पद पर विचार कर रहा था, उत्पत्ति पुस्तक उसके पहले अध्याय में जब पृथ्वी का पुनर्निर्माण किया जा रहा था, उसके कुछ भाग मेरे दिल से होकर गुजरे. ആ സൃഷ്ടിയുടെ സമയത്ത് ഭൂമിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ആ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിചിതമാകുന്നുവോ? और उस समय क्या इस संसार को, सृष्टि के बारे में या उस सृष्टि से जुड़ी हुई कोई भी बात है, क्या उसको ध्यान है? ഭൂമിക്ക് അറിയാവുന്നത് ഇരുട്ട് മാത്രമാണ്. കാരണം കോടി വർഷങ്ങൾ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുട്ട് അതിനെ മൂടിയിരുന്നു. क्योंकि पृथ्वी को केवल एक ही बात से पहचान थी, वो था अंधकार था. क्योंकि करोड़ों साल तक पृथ्वी के ऊपर गहरा अंधियारा छाया हुआ था. പെട്ടെന്നാണ് വെളിച്ചമുണ്ടാകട്ടെ, ഭൂമിയിൽ വെളിച്ചം വരികയാണ്. अचानक ज्योति हो जाए और पृथ्वी पर ज्योति आ गई. ഭൂമിക്ക് വെളിച്ചം അപരിചിതമാണ്. और पृथ्वी के लिए ज्योति अपरिचित बात थी. ആ വെളിച്ചം വന്നപ്പോൾ തന്നെ ഭൂമി നടുങ്ങിക്കാണും. और ज्योति आते ही पृथ्वी कांप उठी होगी. അതോടുകൂടെ സൃഷ്ടിപ്പാരംഭിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ, ഭൂമി നോക്കിയപ്പോൾ തന്നിൽ നിന്ന് വൃക്ഷങ്ങൾ മുളയ്ക്കുന്നു. और उसी के साथ में सृष्टि आरंभ होती है. पृथ्वी पर पेड़ पौधे उगने लग जाते हैं. നൂറ്റാണ്ടുകളായി ഇരുട്ട് മാത്രം അനുഭവിച്ചിരിക്കുന്ന ഭൂമി നടുങ്ങുകയാണ്. എന്നിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുളയ്ക്കുമോ? सालों साल अंधियारे में रहने वाली पृथ्वी मानो सिहर उठी जब उसमें से पेड़ पौधे उगने लगे और वो सोचने लगी होगी, क्या मुझ में से ये बातें निकलेगी. ഭൂമി നോക്കുമ്പോൾ ഇതാ പറവകൾ, ആകാശത്തിൽ പറവകൾ. और भूमि देख रही है कि आकाश में पक्षियां. എന്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു കാര്യം സാധ്യമാണോ? क्या मेरे वातावरण में, वायुमंडल में ऐसी कोई बातें संभव है? അല്പം കഴിഞ്ഞപ്പോൾ മൃഗങ്ങളെ കൊണ്ട് ഭൂമി നിറയുകയാണ്. और कुछ समय बाद में पशुओं से वो पृथ्वी भर रही है.
അപ്പോൾ തന്നെ ഭൂമിക്ക് സംതൃപ്തമായി ഭൂമി സാറ്റിസ്ഫൈഡ് ആയി കാണും. ഓ, വൃക്ഷങ്ങളായി, വെളിച്ചമായി, മൃഗങ്ങളായി ഞാനിപ്പോൾ സമ്പൽ സമൃദ്ധമായല്ലോ, അനുഗ്രഹിക്കപ്പെട്ടല്ലോ എന്ന് ചിലപ്പോൾ ഞാനതിൻ്റെ ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു വിശദീകരണമാണ് ഭൂമി അങ്ങനെ കരുതി കാണും. और पृथ्वी ने मानो सोचा होगा कि पेड़ पौधे भी आ गए, रोशनी भी आ गई और पक्षियां भी आ गए, अब तो सब कुछ हो गया करके वो संतुष्ट हो चुकी होगी. എന്നാൽ ഇരുട്ടിക്കിടന്ന ഭൂമിയെ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ ബ്രീഡ് വരാൻ പോകുകയാണ് 6-ാം ദിവസം. लेकिन छठे दिन अंधियारे में रहने वाली पृथ्वी, एक ऐसी प्रजाति जिसे तूने आज तक नहीं देखा, वो छठे दिन प्रकट होने वाली है. അതിന് നിന്റെ മണ്ണിനെ തന്നെയാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. और उसके लिए तेरी ही धूली को, तेरी ही मिट्टी को परमेश्वर इस्तेमाल में लेने जा रहा है. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രണ്ട് കാലേ നടക്കുന്ന ഒരു പുതിയ ബ്രീഡ് വരാൻ പോകുകയാണ്. और जो आज तक तूने नहीं देखा, 2 पैरों में चलने वाली एक नई प्रजाति, ഭരണം നടത്തുന്ന ഒരു പുതിയ ബ്രീഡ് വരാൻ പോകുകയാണ്. अधिकार करने वाली एक प्रजाति. പ്രിയമുള്ളവരെ, അതിന് സമാനമാകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഈ കാലത്ത് നടക്കാൻ പോകുകയാണ്. और प्रियो, उसी के तुल्य कुछ बातें इन दिनों में हमारे पीढ़ी में होने जा रही है. നിങ്ങളിൽ പലരും ഇരുട്ടിലായിരുന്നവരാണ്. आप में से कई लोग अंधकार में थे. ഇരുട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു തലമുറയൊന്നുമല്ല, തലമുറയായിട്ട് 1000 വർഷങ്ങളായി നിങ്ങളുടെ അപ്പൻ, അപ്പൂപ്പൻ, അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ തലമുറകളായിട്ട് ഇരുട്ടിലായിരുന്ന നിങ്ങളിലാണ് യേശുവിൻ്റെ വെളിച്ചം വന്നിരിക്കുന്നത്. आप एक पीढ़ी से नहीं, आपके पिता, उनके पिता, उनके पिता, कई पीढ़ियों से आप अंधकार में थे. अंधकार में रहने वालों के ऊपर एक अद्भुत ज्योति उदय हुई है. വെളിച്ചം വന്നു, സമാധാനം വന്നു, സന്തോഷം വന്നു, ഭൗതിക നന്മകൾ വന്നു. നിങ്ങളിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ നിങ്ങളിൽ ഒരു മാറ്റം വരുത്തി അന്ത്യകാല ഉണർവിൽ ഞാൻ നിങ്ങളെ ഉപയോഗിക്കുവാൻ പോകുന്നു. और ज्योति आप में ज्योति आ गई, आपके जीवन में शांति आ गई, आपके जीवन में चंगाई आ गई, सांसारिक आशीषें आ गई. आप इस आनंद में जब खोए हुए हैं, तो प्रभु का आत्मा कहता है कि जो आज तक आपने नहीं देखा, वैसा एक नया व्यक्तित्व आप में से इन दिनों में खड़ा होगा और अंत की जागृति के अंदर वो प्रमुख भूमिका को वो निभाने जा रहा है. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക, അന്യഭാഷയിൽ ഒന്ന് സംസാരിക്കുക. तालियां बजाकर अपनी भाषा में प्रभु की स्तुति कीजिए. ഞാൻ ഈ വചനം പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. और जब मैं ये वचन बोल रहा हूं, आप में से कईयों के ऊपर ईश्वरीय सामर्थ्य उतर रही है. ഈ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. और इस वचन में से एक सामर्थ्य आपके ऊपर उतर रही है. അതിനാൽ അന്യഭാഷയിൽ നിന്ന് സംസാരിക്കുക. മെഗസ്കുൽ ബറോച്ചന സൈക്കതര ബഖാന്തനി ജാകതുരി മനുഹുതുർദിനി വികസ്കതന ദാരുബതന ദിഗൽകോതർതനി വാർത്തികൽ ബറഖസ്കതനി ബോറുബതനി അൽകതര കതന യാർഥുബന ദിഗൽകര ദ്രിജഗതന 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 ബഖതുൽ മനുഹുതുരി വജന ദിഗർതന തിഗൽ മനദിയാംതന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. വചനത്തിൻ്റെ പുത്രന്മാർ ഒരു പുതിയ ബ്രീഡിനെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നതിനാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില പ്രകൃതിയിലുള്ള കാര്യങ്ങളിൽ കാണുന്ന ചില നേച്ചേഴ്സിനെ കുറിച്ച് ഞാൻ പറയുവാൻ പോകുന്നു. और वचन के द्वारा नए जन्मे हुए पुत्रों की एक प्रजाति को प्रभु इन दिनों में खड़ा करना चाहता है. इसलिए हम हमारे प्रकृति में कई बातों को उनके स्वभावों को हम मिलकर इन दिनों में समझेंगे. ഒന്നാമതായിട്ട് 127 സങ്കീർത്തനത്തിൽ അസ്ത്രം എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. और भजन संहिता 127 के अंदर हम देखते हैं उसके 4थे पद में, जैसे वीर के हाथ में तीर वैसे ही जवानी के लड़के होते हैं. ഈ തലമുറയിൽ ദൈവം ഉപയോഗിക്കുവാൻ പോകുന്ന ദൈവഭൃത്യന്മാർക്ക് ഈ തരത്തിലൊരു പ്രകൃതമുണ്ടാകും. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങളായിട്ട് നിങ്ങൾ മാറാൻ പോകുകയാണ്. और इस पीढ़ी में जिन्हें प्रभु इस्तेमाल में लेने जा रहा है, उनके जीवन में इस प्रकार का एक गुण होगा. वीर के हाथ में तीर के समान आप रूपांतरित होने जा रहे हैं. ബൈബിൾ എഴുതിയ സമയത്ത് ഇതൊക്കെയായിരുന്നു അന്നത്തെ സമയത്ത് സമൂഹത്തിലുണ്ടായിരുന്നത്. വില്ല്, അമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് പല ആശയങ്ങളും ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. और जिस समयों में बाइबल लिखी गई थी, उन दिनों में लोग युद्ध के लिए जो है तीर है, भाला है, तलवार है, इनका इस्तेमाल करते थे. उस कारण से उन शब्दों का इस्तेमाल वचन के अंदर आता है. നമ്മുടെ സമൂഹത്തിൽ നമ്മളാരും അധികം ഇത് കണ്ടിട്ടില്ല, പക്ഷേ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ അറിയാം.
और आज शायद हमने तीर देखे नहीं होंगे, लेकिन पुस्तकों से हमको तीर के बारे में मालूम है। എന്താണ് അസ്ത്രത്തിന്റെ പ്രത്യേകത, അമ്പിന്റെ പ്രത്യേകത? और उस धनुष की और बाण की विशेषता क्या है? അമ്പ് വീരന്റെ കയ്യിൽ വരുന്നതിന് മുന്നമേ ഒരുക്കപ്പെട്ടിരിക്കും. और तीर एक योद्धा के हाथ में आने से पहले उसे तैयार किया जाता है। വീരന്റെ കയ്യിൽ വന്നതിന് ശേഷമല്ല ഒരുക്കപ്പെടുന്നത്, ഒരുക്കപ്പെട്ടതിന് ശേഷമാണ് വീരന്റെ കയ്യിൽ വരുന്നത്. वीर के हाथ में आने के बाद में तीर तैयार नहीं किया जाता या उसे पहना नहीं किया जाता, लेकिन पहले उसे पहना किया जाता है, उसके बाद वो वीर के हाथ में आता है। ഒരു വലിയ ഒരുക്കം കഴിഞ്ഞവരെയാണ് കർത്താവ് ഈ എൻകൗണ്ടറിലൂടെ അന്ത്യകാല ഉണർവിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. और पहले से जिन्हें प्रभु ने तैयार किया है, उन्हें इस मुलाकात के द्वारा अंत की जागृति के लिए परमेश्वर इस्तेमाल में लेना चाहता है। ആ ഒരുക്കത്തിന്റെ സമയം അത്ര സുഖകരമാകുന്ന സമയമല്ല. അപ്പോൾ ചൂടുണ്ട്, അടിയുണ്ട്, മൂർച്ച വർദ്ധിപ്പിക്കുന്നുണ്ട്, രൂപം മാറുന്നുണ്ട്, പലതും മുറിച്ചു കളയുന്നുണ്ട്. അങ്ങനെ സുഖകരമല്ലാത്ത ഒരു സീസണിലൂടെ കടന്നുപോയി ഒരുക്കപ്പെടുന്നവരാണ് കർത്താവിന്റെ കരങ്ങളിൽ എത്തിച്ചേരാൻ പോകുന്നത്. प्रियो, जब वो तैयारी का समय होता है, जब उसकी धार चोखी की जाती है, वो समय आसान नहीं होता है, वो समय सहज नहीं होता है। कई प्रकार के उतार चढ़ावों से, दर्दों से होकर, तन्हाइयों से होकर, अकेलेपन से जब आप गुजरे जाते हैं, ऐसे समयों में परमेश्वर आपको तैयार कर रहा है एक वीर के हाथ में एक धारदार हथियार के रूप में पहुंचाने के लिए। ഒരുക്കത്തിന്റെ സമയത്ത് കാര്യങ്ങൾ നമുക്ക് സുഖകരമല്ലാതെ വരുമ്പോൾ പലരും ഇട്ടിട്ട് പോയിട്ടുണ്ട്, വേണ്ടെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയിട്ടുണ്ട്. और तैयारी के समय जब धार उसकी बढ़ाई जाती है, ऐसे समय कई लोग थक जाते हैं और उन्हें वो पसंद नहीं आता और छोड़कर चले गए बहुत तेरे लोग हैं। ആ ഒരുക്കപ്പെടുവാൻ തയ്യാറാകാത്തവരാരും വീരന്റെ കയ്യിലെത്തത്തില്ല. प्रियो, जो धारदार होने के लिए, तैयार होने के लिए अपने आप को सौंपेगा नहीं, वह वीर के हाथ में नहीं पहुंच सकता। എന്നാൽ രഹസ്യമായി നടക്കുന്ന ആ ഒരുക്കത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുന്നവർ, പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ വിധേയപ്പെടുത്തി കൊടുക്കുന്നവരാണ് വീരന്റെ പൂണിയിൽ എത്തിച്ചേരുന്നത്. प्रियो, जीवन के अकेलेपन में पवित्र आत्मा के द्वारा तैयार किए जाने के लिए जब आप अपने आप को सौंपोगे, वही व्यक्ति समय आने पर वीर के हाथ में तीर के समान इस्तेमाल में किया जाएगा। നിങ്ങൾക്കറിയാമല്ലോ, ഈ യുദ്ധത്തിന് പോകുന്ന വീരന്റെ പിന്നിലൊരു പൂണിയുണ്ട്, പുറകിലൊരു പൂണിയുണ്ട്. और जो युद्ध में जाने वाला ये जो वीर, उसके पास में तीर रखने का एक तरकश होता है। നീ വീരന്റെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ നീ പൂണിയിൽ അവൈലബിൾ ആകേണ്ടത് ആവശ്യമാണ്. और यदि तू वीर के हाथ में आना है, तो उसके पहले तरकश के अंदर तू उपलब्ध होना चाहिए। അവൈലബിലിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. और उपलब्ध होना एक प्रमुख बात है। മാത്രവുമല്ല, അവിടെയാണ് കാത്തിരിപ്പ് വെളിപ്പെടുന്നത്. എപ്പോഴാണ് വീരന്റെ കൈ നിന്നെ തൊടുന്നത് എന്നറിയില്ല. और वहां पर बाट जोहना है, क्योंकि तुझे नहीं मालूम वो कौन सा क्षण है जब वो वीर अपना हाथ तरकश में डालेगा और उसका हाथ तुझे पकड़ेगा। കൈ വരുമ്പോൾ നീ അവിടെ ഉണ്ടെങ്കിൽ നീ വീരന്റെ കയ്യിലെത്താൻ പോകുകയാണ്. और यदि उसका हाथ जब आता है, तू वहां पर तैयार होगा, उपलब्ध होगा, तो तू वीर के हाथ में आ जाएगा। പ്രിയമുള്ളവരെ, ഈ സീസൺ വളരെ സൂക്ഷ്മബോധത്തോടുകൂടെ, വളരെ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളായിരിക്കണം. നിങ്ങളുടെ ശ്രദ്ധ മറ്റൊന്നിലേക്കും പോകരുത്. നിങ്ങൾ കർത്താവിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. നടക്കാൻ പോകുന്ന ആ ദൈവപ്രവൃത്തിയിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. प्रियो, इस मौसम में हमें बहुत संवेदनशील रहना है। हमारा ध्यान अन्य किसी बातों में हमें नहीं लगाना है, हमारा ध्यान प्रभु की ओर लगाना है, क्योंकि प्रभु कभी भी कुछ भी बोल सकता है और उस समय हाँ कहने के लिए मैं और आप उपलब्ध होने चाहिए। പൂണിയിൽ കിടക്കുന്ന അമ്പിന് ഒരു വിനോദയാത്ര പോകുവാൻ കഴിയത്തില്ല. ഞാൻ പോയിട്ട് വരാം, അപ്പോൾ വീരൻ എന്നെ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞ് വിനോദയാത്ര പോകുവാൻ കഴിയുകയില്ല. और तरकश में जो तीर है, वह घूमने फिरने के लिए नहीं जा सकता कि मैं घूम फिर के आऊं, इसके बाद मुझे इस्तेमाल में करना, उसे घूमने फिरने की इजाजत नहीं है। തന്റെ അവസരത്തിനായി കാത്തിരിക്കുന്ന അമ്പ്, अपने अवसर के इंतजार करने वाला तीर। ഞാൻ എൻ്റെ ഒരു സങ്കല്പം പറയാം. ഈ ഭൂണിയിൽ ഈ അമ്പുകളെല്ലാം കൂടെ കിടക്കുമ്പോൾ പല അമ്പുകളുണ്ട്, അവർ തമ്മിൽ പ്രവചിക്കുമായിരിക്കും. और मैं एक काल्पनिक सोच में कहना चाहूंगा, इस तरकश के अंदर जब ये बहुत सारे तीर पड़े हुए हैं, ये आपस में एक दूसरे को देखकर भविष्यवाणी करते होंगे.
അമ്പിനോട് പ്രവചിക്കുകയാണ്, നിന്റെ അവസരം വരുവാൻ പോകുകയാണ്. നിന്റെ അവസരം വരുമ്പോൾ നീ മുന്നോട്ട് കുതിച്ചു പാഞ്ഞ് ശത്രുവിന്റെ തലയെ തകർക്കാൻ പോകുകയാണ്. और एक तीर दूसरे तीर से कह रहा होगा कि तेरा अवसर आने जा रहा है, और जब तेरा अवसर आएगा तू आगे की ओर कूच करके वेगता से जाना, शत्रु के सिर का तू संहार कर देना. ഒരമ്പ് മറ്റൊരമ്പിനോട് പ്രവചിക്കുകയാണ്, നീ മുന്നോട്ട് കുതിക്കുവാൻ പോകുകയാണ്. നിന്റെ അവസരം വരുമ്പോൾ നീ ശത്രുവിന്റെ നെഞ്ച് തകർക്കാൻ പോകുകയാണ്. और दूसरा तीर दूसरे तीर से भविष्यवाणी कर रहा होगा, तेरा भी समय आएगा, तू भी कुछ करेगा और तू भी वेगता से शत्रु के सीने पे तू जाके छिद जाना. ഒരുക്കപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ അധികം വൈകാതെ യജമാനൻ തന്റെ കൈ പിന്നോട്ട് നീട്ടിയിട്ട് നിന്നെ കയ്യിലെടുക്കാൻ പോകുകയാണ്. प्रियो, यदि आप तैयारी के साथ में लंबे समयों को व्यतीत कर रहे हैं तो इन दिनों में आनंदित हो जाए. आपका स्वामी वो वीर अपने हाथ को तरकश में डालने जा रहा है और उस तीर को इस्तेमाल में लेने जा रहा है. ഇവിടെ വിചിത്രമായിട്ടുള്ള ഒരു സംഘർഷം ഞാൻ നിങ്ങളോട് പറയാം. और यहां पर एक विचित्र संघर्ष मैं बताता हूं. ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ അമ്പ് വീരന്റെ കയ്യിൽ വരുമ്പോൾ और इस प्रकार से बाट जो होने वाला यह जो तीर उस वीर के हाथ में जब आता है, വീരൻ ഈ വില്ലിലേക്ക് ഈ അമ്പിനെ വെക്കുന്ന സമയത്ത് और जब ये वीर उस धनुष के अंदर इस तीर को जब रखता है, അമ്പ് ഇതുവരെ കേട്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? മുന്നോട്ട് ഞാൻ കുതിക്കുവാൻ പോകുകയാണ്. और तीर ने अभी तक जो नबूवतें सुनी थी वह थी, मैं आगे की ओर कूच करूंगा, आगे की ओर बढ़ूंगा. എന്നാൽ വിചിത്രം, ഈ വീരൻ ഈ അമ്പിനെ എടുത്തു വില്ലിൽ വെച്ചിട്ട് മുന്നോട്ടല്ല വിടുന്നത്, പിന്നോട്ടാണ് വലിക്കുന്നത്. लेकिन देखिए विरोधाभास की एक बात हम वहां देखते हैं, उस तीर को लेकर धनुष में रखने के बाद में जो वीर है उसे आगे की ओर धक्का नहीं दे रहा, उसे पीछे की ओर वो खींचता है. ഇവിടെയാണ് പലർക്കും ആഘാതമുണ്ടാകുന്നത്, ഷോക്ക് ഉണ്ടാകുന്നത്. തങ്ങൾ ഉദ്ദേശിച്ചതല്ലിപ്പോൾ സംഭവിക്കുന്നത്. മുന്നോട്ട് പോകേണ്ടതിന് പകരം ഇപ്പൊ നേരെ പുറകോട്ട് പോകുക. और यहां पर बहुत सारे लोग चोटिल हो जाते हैं क्योंकि उनकी इच्छा थी, उनका स्वप्न था आगे की ओर जाना, लेकिन समय आने पर आगे की ओर नहीं, लेकिन उन्हें लग रहा है कि वे पीछे की ओर जा रहे हैं. വർഷങ്ങളായി ഉണർവിനെ 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 പ്രാർത്ഥിക്കുകയാണ്. कई सालों से जागृति के लिए हम प्रार्थना कर रहे हैं. പക്ഷേ ഇപ്പോൾ അവസരം വന്നു കഴിഞ്ഞപ്പോൾ, लेकिन अब जब अवसर आ गया, ഉണർവിന് പകരം വരൾച്ച വെളിപ്പെടുകയാണ്. മുന്നോട്ട് പോകുന്നതിന് പകരം പിന്നോട്ട് പോവുകയാണ്. जागृति के जगह में उजाड़पन प्रकट हो रहा है, आगे जाने की जगह ऐसा लग रहा है कि सब पीछे जा रहे हैं. ഇതൊരു നിർണായക നിമിഷമാണ്. ഇപ്പോൾ നീ തളർന്നു പോകരുത്. प्रियो, यह एक निर्णायक घड़ी है, इस घड़ी में तू थकना मत. നീ പ്രതീക്ഷിച്ചതല്ല ഇപ്പോൾ നടക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നീ ഇപ്പോൾ പുറകോട്ട് പോകരുത്. जो तू सोच रहा है उसके अनुसार बातें नहीं हो रही है, ऐसा सोचकर तू पीछे मत चले जाना. ഇപ്പോൾ സംഭവിക്കുന്നത് നിന്നെ മുന്നോട്ട് കുതിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു പുറകോട്ട് പോയ്ക്കലാണ്. प्रियो, अभी जो तेरे जीवन में हो रहा है, तुझे लग रहा है कि तू पीछे जा रहा है, लेकिन तेरे को आगे कूच करवाने के लिए तुझे पीछा किया जा रहा है. ഈ വില്ലിൽ നീ പുറകോട്ട് പോകുന്നതനുസരിച്ച് നീ മുന്നോട്ട് കുതിക്കുവാൻ പോകുകയാണ്. और जितना उस धनुष में वो तीर रखने के बाद में तू जितना पीछा खींचा जाएगा, उतना तीव्र गति से तू आगे की ओर कूच करने जा रहा है. തളർന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും സജീവമായിക്കൂ. നിങ്ങൾക്ക് പെട്ടെന്നുണ്ടായിരിക്കുന്ന ഈ പുറകോട്ട് പോക്കൽ നിങ്ങൾക്ക് വിചിത്രമായി തോന്നി. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കൃത്യമായി ഇരിക്കേണ്ട വില്ലിൽ തന്നെയാണ് ഇരിക്കുന്നത്. നീ മുന്നോട്ട് കുതിക്കാൻ പോകുകയാണ്. और प्रियो सेवकाई में अगर आप थकान में से होकर गुजर रहे हैं, आज रात उत्साहित हो जाइए, क्योंकि आप उस सही धनुष के अंदर है. और आप जब पीछे जा रहे हैं तो आपको निराश नहीं होना, उत्साहित होना, क्योंकि यह मौसम है आपको आगे कुछ करवाने का. നീ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പോകുകയാണ്. तू तेरी मंजिल में पहुंचने जा रहा है. നിന്നിലൂടെയുള്ള പർപ്പസുകളെ കർത്താവ് പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ പോകുകയാണ്. आपके द्वारा उन उद्देश्यों को परमेश्वर पूरा करवाने जा रहा है. ഈ തലമുറയിൽ നിന്നെ ആക്കിയിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കുവാൻ പോകുന്നു. और इस पीढ़ी में प्रभु ने आपको जहां पर रखा है उन क्षेत्रों में प्रभु आपको इस्तेमाल में करने जा रहा है. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമോ? अपने हाथों को उठा करके आप प्रभु की स्तुति करोगे. മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന് കഴുകൻ, ഈഗിളിനെ കുറിച്ച് നമ്മൾ ആരംഭത്തിൽ ഞാനത് പരാമർശിച്ചല്ലോ. और दूसरा उकाब के बारे में मैंने आरंभ में बताया. അസ്ത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുക. तीर में से कुछ बातें सीखना है. ഈഗിളിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുക. उकाब में से कुछ बातों को सीखना है.
വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ ഈഗിളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും നമുക്ക് പരിചയമുള്ള ഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം. और वचन के अंदर कई जगहों में उकाबों के बारे में कहा गया है, लेकिन सुपरिचित भाग है यशायाह 40 उसका 30वां पद. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴുമെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. तरुण तो थकते और श्रमित हो जाते हैं और जवान ठोकर खाकर गिरते हैं, परंतु जो यहोवा की बाट जोहते हैं वे नया बल प्राप्त करते जाएंगे. वे उकाबों के समान उड़ेंगे, वे दौड़ेंगे और श्रमित न होंगे, चलेंगे और थकित न होंगे. ആമേൻ. ഇവിടെ യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറന്നുയരുന്നത്. तो यहोवा की बाट जोहते हैं वे उकाबों के समान बल प्राप्त करके उड़ान भरते हैं. ആ കാത്തിരിപ്പ് എന്ന് പറയുന്നത് പാസീവായിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ ആക്റ്റീവാണ്. ആ കാത്തിരിപ്പ് പോലും വളരെ ആക്റ്റീവാണ്. प्रियो, वह बाट जोहना एक निष्क्रिय बाट जोहना नहीं है, लेकिन एक सक्रियता के साथ में बाट जोहना है. അങ്ങനെ കാത്തിരിക്കുന്നവരുടെ മേൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകും. और इस प्रकार से जो लोग बाट जोहते हैं उनके जीवन में एक बड़ा बदलाव आने वाला है. ഈഗിളിനെ ശ്രദ്ധിക്കുക. ഈഗിൾ വളരെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് കയറുന്ന ഒരു പക്ഷിയാണ്. और उकाब पर आप ध्यान दीजिए, उकाब ऊंचाइयों पर उड़ान भरने वाला एक पक्षी है. സാധാരണ പക്ഷികൾക്ക് കാക്കയ്ക്കോ കുരുവിക്കോ ഒന്നും ഈഗിളിന്റെ ഉയരത്തിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല. एक साधारण पक्षी गोरैया या कौवा उकाब के समान ऊंचाइयों पर उड़ान नहीं भर सकता. ഈ പുതിയ തരം പുത്രന്മാർ ഉയരങ്ങൾ കയറുന്നവരാണ്. और ये नई जो पीढ़ी के पुत्र है वे ऊंचाइयों पर उड़ान भरने वाले हैं. അവർ സാധാരണ നിലവാരത്തിൽ നിൽക്കുന്നവരല്ല, പരിശുദ്ധാത്മാവിനാൽ അവർ ഉയരങ്ങളിലേക്ക് പറന്നു കയറുന്നവരാണ്. वो एक साधारण स्तर पर रहने वाले नहीं, लेकिन पवित्र आत्मा की सहायता से ऊंचाइयों पर उड़ान भरने वाले हैं. എത്ര ഉയരത്തിൽ ഈഗിൾ എത്തിച്ചേർന്നാലും അതിൻ്റെ ഇരയെ, അതിൻ്റെ പ്രേ 3 കിലോമീറ്റർ ദൂരെയുള്ള ഒരു 5 സെന്റിമീറ്ററുള്ള മീനെ കാണുവാൻ കഴിയുന്ന നിലവാരത്തിൽ അതിൻ്റെ ദൃഷ്ടിക്ക് അതേപോലെ കാഴ്ചശക്തിയുണ്ട്. और उकाब भले ही कितनी भी ऊंचाइयों पर चले जाए, उसके आंखों की क्षमता है कि 3 किलोमीटर दूरी तक यदि कोई परिंदा है तो वो उसको देख लेता है और उसको अपना शिकार बनाने की क्षमता वो रखता है. ഈ പ്രകൃതങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് കയറുന്നു. ഈ തലമുറയിൽ കർത്താവ് ഉപയോഗിക്കുവാൻ പോകുന്നവർ ഉയരങ്ങൾ കയറുന്നവരായിരിക്കും. और आप इन स्वभावों को ध्यान से सुनिए. इस पीढ़ी में जिन्हें प्रभु इस्तेमाल में करेगा वे ऊंचाइयों पर उड़ान भरने जा रहे हैं. 2, അവരുടെ കാഴ്ചശക്തി സാധാരണമായിരിക്കുകയില്ല, അവർ ദൂരക്കാഴ്ചയുള്ളവരായിരിക്കും. और दूसरा, उनकी आंखों की जो दृष्टि सामान्य नहीं होगी, लेकिन एक दूर दृष्टि उनके पास में होगी. ഈഗിൾ 3 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് 5 സെന്റിമീറ്ററുള്ള മീനെ ആ ഈഗിളിന് കാണുവാൻ കഴിയുമെങ്കിൽ അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി എത്ര ഷാർപ്പാണ്. आप जरा सोचिए, उकाब 3 किलोमीटर ऊंचाई से 5 सेंटीमीटर छोटी मछली को स्पष्टता के साथ में देख सकता है, तो उसके नेत्रों की ज्योति कितनी अधिक सामर्थ्य होगी. ദീർഘദൃഷ്ടിയുള്ളവരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. और प्रभु दूर दृष्टि वालों को इन दिनों में खड़ा करने जा रहा है. ശത്രു ഒരുക്കുന്ന പദ്ധതികളെ മുന്നമേ മനസ്സിലാക്കുന്നവരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകും. शत्रु जो योजनाएं बनाता है उसको पहले से प्रार्थना कक्ष में समझने वालों को प्रभु खड़ा करने जा रहा है. പാപത്തിന്റെ പരീക്ഷകൾ ഏത് വഴി വരുന്നു എന്ന് മനസ്സിലാക്കുന്നവരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകും. और पाप के प्रलोभन, पाप की परीक्षाएं कौन से मार्ग से आ रही है उसको दूर से जांचने वालों को प्रभु खड़ा करने जा रहा है. ഈഗിളിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ശത്രുവിൻ്റെ വലുപ്പമോ ശക്തിയോ ഈഗിളിന് ഒരു പ്രശ്നമല്ല. അതിൻ്റെ മുൻപിൽ ഈഗിൾ സറണ്ടർ ചെയ്യത്തില്ല. और उकाब की दूसरी एक विशेषता यह है कि उसके खिलाफ जो शत्रु आता है वो कितना बड़ा है, कितना छोटा है, उससे उकाब को कोई लेना देना नहीं. उकाब हार नहीं मानता है. ഈ പ്രകൃതം വളരെ ശ്രദ്ധേയമാണ്. നിന്റെ മുൻപിൽ പ്രതിസന്ധികൾ വരും. പക്ഷേ നീ ഈ പ്രകൃതമുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ മുൻപിൽ വന്നിരിക്കുന്ന പ്രതിസന്ധിയുടെ വലുപ്പമോ നിന്റെ മുൻപിൽ വന്നിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് വെളിപ്പെടുന്ന ശക്തിയോ കണ്ട് നീ തളരുകയില്ല, നീ അതിന് സറണ്ടർ ചെയ്യുകയില്ല. प्रियो, मुझे और आपको यह स्वभाव समझना है. आपके सामने विरोध आएगा, प्रतिकूल परिस्थिति आपके सामने आएगी, लेकिन उनकी विशालता को देखकर आपको डरना नहीं है, आपको थकना नहीं है. उकाब के समान ऊंचाइयों पर उड़ान भरने के लिए, उनका सामना करने के लिए आपको तैयार हो जाना है.
ഈഗിളിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ചത്തതിനെ ഈഗിൾ കഴിക്കത്തില്ല. और उकाब की दूसरी एक खासियत है, जो मरा हुआ है, मरी हुई लोथ को वो नहीं खाता. ആമേൻ. ഇത് ശ്രദ്ധേയമാകുന്ന ഒരു കാര്യമാണ്. അശുദ്ധിയുമായിട്ട് ബന്ധമില്ലാത്ത, അശുദ്ധിക്ക് കീഴ്പ്പെടുത്താത്ത ഒരു തലമുറയാണ് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്. और दूसरी एक महत्वपूर्ण बात जो हमें समझना है, एक ऐसी पीढ़ी जो समझौता नहीं करेगी, अपवित्र बातों में नहीं उलझेगी, पवित्रता की भूख और प्यास रखने वाली एक पीढ़ी को प्रभु इन दिनों में खड़ा करना चाहता है. വിശുദ്ധമാകുന്ന ഒരു ജീവിതം നയിക്കുന്ന തലമുറയാണ് കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിയുന്നത്. और पवित्रता में जीवन व्यतीत करने की इच्छुक एक पीढ़ी को प्रभु इस्तेमाल में करना चाहता है. ചത്തതുമായിട്ട് നിനക്ക് ബന്ധമില്ല. जो मरा हुआ है उससे तेरा कोई संबंध नहीं. ചില ദൈവമക്കൾക്ക് അവര് പറയാറുണ്ട്, ആ ജഡീകമാകുന്ന പല സ്വഭാവങ്ങളും എന്നിൽ വരുന്നു എന്ന്. और बहुत सारे प्रभु के लोग हैं जो कहते हैं कि संसार की कई स्वभाव मेरे अंदर आते हैं, शारीरिक स्वभाव मेरे अंदर बार बार उठ के आते हैं. നീ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഇപ്പോഴും ജഡീകത വരുന്നുണ്ടെങ്കിൽ നീ ചത്തതിനെ തിന്നുന്നതാണ്. നിന്റെ ജഡം ചത്തുപോയതാണ്. നീ സ്നാനം സ്വീകരിച്ചപ്പോൾ നിന്റെ ജഡം ചത്തുപോയതാണ്. ഇപ്പോഴും ജഡീകത വരുന്നുണ്ടെങ്കിൽ നീ ചത്തതിനെ തിന്നുന്ന വ്യക്തിയാണ്. यदि तू उद्धार पाने के बाद भी आज भी तेरे अंदर सांसारिक स्वभाव और शारीरिकता प्रकट हो रही है, इसका मतलब तू मृत बातों को खाने वाला है. अभी भी अपवित्रता में तू जीवन को व्यतीत कर रहा है. ചത്തതിനെ തിന്നുന്ന സ്വഭാവമുള്ളവരെ പരിശുദ്ധാത്മാവിന് ഈ തലമുറയിൽ ഉപയോഗിക്കാൻ കഴിയത്തില്ല. और जो मृत लोथों को खाता है, अपवित्रता में, अशुद्धता में जीवन व्यतीत करता है, ऐसे व्यक्ति को प्रभु इस पीढ़ी में इस्तेमाल में नहीं ले सकता. ഈഗിൾ കൂടുവയ്ക്കുന്നത് ഉയരങ്ങളിലാണ്. और उकाब घोंसला ऊंचाइयों पर बनाता है. ഈഗിൾ മുട്ടയിടുന്ന സന്ദർഭത്തിൽ, ഈഗിൾ ആ കുഞ്ഞുങ്ങളെ വിരിക്കുവാൻ വേണ്ടിയുള്ള സന്ദർഭത്തിൽ ഭക്ഷണം തേടി പോകുമ്പോൾ ഈഗിളിന്റെ മുട്ട തിന്നാൻ വേണ്ടി പാമ്പുകൾ വരും. और उकाब जब अपने अंडे को घोंसलों में देता है और उसके बाद में उकाब जब उड़ान भर के जाता है, तब उसके अंडों को खाने के लिए सांप वहां पर आता है. അതുകൊണ്ട് തന്നെ ഈഗിൾ എത്ര ദൂരത്തിൽ പോയാലും ഈഗിളിന്റെ ഒരു കണ്ണ് കൂട്ടിൽ കാണും. और उकाब भले कितना भी दूर चले जाए, लेकिन उसकी एक आंख उस घोंसले पर उसकी नजर लगी रहती है. തന്റെ മുട്ട തിന്നാൻ അടുത്തങ്ങാണം ഒരു പാമ്പ് വരികയാണെങ്കിൽ, और उसके अंडे को खाने के लिए कहीं कोई सांप उस घोंसले में आ गया तो ശീഘ്രം ഒറ്റ സെക്കൻഡിനുള്ളിൽ ഈഗിൾ അവിടെ വരും, പാമ്പിനെ കൊത്തി കീറിയിരിക്കും. और वेगता के साथ में उकाब वहां पर पहुंच जाएगा और सांप को वहां से फेंक देगा. നിന്റെ ജീവിതത്തിലുള്ള നന്മകളെ തട്ടിയെടുക്കുവാൻ വരുന്ന പിശാചിനെ ഇല്ലാതെയാക്കുവാൻ, പിശാചിനെ കീഴ്പ്പെടുത്തുവാനുള്ള ആ പ്രത്യേകമാകുന്ന വ്യഗ്രതയുള്ള ഒരു തലമുറയാണ് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്. और प्रभु एक ऐसी पीढ़ी को इन दिनों में खड़ा करने जा रहा है. तेरे जीवन के अंदर तेरी आशीषों को तेरे से छीनने वाले उस शैतान के कार्यों को पहले से समझकर उसको मिटाने वाली एक पीढ़ी को प्रभु का आत्मा ढूंढता है. മറ്റൊരു പ്രധാനപ്പെട്ട പ്രകൃതമാണ് ഈഗിളിന് കാറ്റ്, എതിരെ കാറ്റടിക്കുന്നത്, അതും നല്ല കൊടുങ്കാറ്റ് പോലെയുള്ള സ്റ്റോം എതിരെ അടിക്കുന്നത് ഈഗിളിന് വളരെ ഇഷ്ടമാണ്. और उकाब की दूसरी एक खासियत है, जब आंधी या तूफान उसके सामने की ओर चाहता है, उसको बड़ा पसंद आता है. സാധാരണ പക്ഷികൾ കാറ്റടിക്കുമ്പോൾ കാറ്റിനനുസരിച്ചാണ് പറക്കുന്നത്. और सामान्य पक्षी लोग जब हवा बहती है, हवा के बहाव के साथ में वो बहते हैं. എന്നാൽ ഈഗിൾ കാറ്റിന് എതിരെയാണ് പറക്കുന്നത്. लेकिन उकाब हवा के विपरीत दिशा में उड़ान भरता है. അപ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് ഈഗിളിന്റെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് കാറ്റിനെതിരെ പറക്കുക എന്നതാണ്. അതിനാൽ തന്നെ ഈഗിൾ എപ്പോഴും പറയും, കാറ്റേ വാ വാ, സ്റ്റോം വാ വാ, എനിക്കെതിരെ അടിക്കേ, നിനക്കെതിരെ ഞാൻ പറക്കാൻ പോകുകയാണ്. और उकाब की खासियत शायद यही है, उसको बड़ा मजा आता है जब उसके खिलाफ आंधी आता है, उसके खिलाफ तूफान आता है, और उकाब कहता, आंधी तू आ, तूफान तू आ, हवाएं तू चल, मैं तो आगे की ओर उड़ान भरने जा रहा हूं. ഒരു കാറ്റിനെയും കണ്ട് ഭയപ്പെട്ട് ഓടുന്നവരെയല്ല ഈ അന്ത്യകാല ഉണർവിൽ കർത്താവ് ഉപയോഗിക്കുവാൻ പോകുന്നത്. സകല കാറ്റുകൾക്കും വിരോധമായി മുന്നേറുന്നവരെയാണ് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ പോകുന്നത്. प्रियो, इन अंत के समयों में आंधी तूफान को देखकर भयभीत होने वाले को नहीं, डरने वाले को नहीं, लेकिन आंधी तूफान की परवाह किए बगैर आगे की ओर जाने के लिए जो इच्छा रखता है, तैयार रहता है, ऐसे लोगों को प्रभु इस्तेमाल में करना चाहता है. ഏറ്റവും അവസാനമായിട്ട് ഈഗിളിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ ഫെദേഴ്സിനെ കൊത്തിപ്പറിച്ച് കളഞ്ഞിട്ട് ഒരു റിന്യൂവൽ സീസൺ ഉണ്ട്.
और उकाब की दूसरी एक खासियत है, जब वो वृद्ध हो जाता है उसके पंखों को वो खुद नोच कर गिराता है और नए पंखों का एक नवीनीकरण उसके अंदर होता है। ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ പലർക്കും ഇതൊരു റിന്യൂവൽ സീസൺ ആയിരുന്നു. और मैं विश्वास करता हूं आप में से कईयों के लिए यह मौसम एक नयापन पाने का एक मौसम था। ഓ, ആ പുതിയ ഫെദേഴ്സ് വന്നിരിക്കുകയാണ്. वो नए पंख आ पहुंचे हैं ആ പുതിയ ചിറകുകൾ സജീവമായിരിക്കുകയാണ്. और वो नए पंख सक्रिय हो गए हैं। ആമേൻ. കാത്തിരുന്നത് വെറുതെ അല്ല. आपने बाट जोहा व्यर्थ नहीं हुआ। നീ ഈ തലമുറയിൽ പറന്നുയരുവാൻ പോകുകയാണ്. इस पीढ़ी में आप उड़ान भरने जा रहे हैं। വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. विश्वास करने वाले ताली बजा के प्रभु की स्तुति करना आरंभ कीजिए। അന്യഭാഷകളിൽ സംസാരിക്കുക. भाषा में बोलना आरंभ कीजिए। ലയൺ ഈഗിൾ ബ്രീഡ്, ലയൺ ഈഗിൾ ബ്രീഡ്. सिंह उकाब की प्रजाति, सिंह उकाब की प्रजाति, വചനത്തിന്റെ പുത്രന്മാർ, वचन के पुत्र लोग, പുതിയ തരം പുത്രന്മാർ, नए जन्मे हुए पुत्र लोग, ഉണർവിന് വേണ്ടിയുള്ള പുത്രന്മാർ, जागृति के लिए जन्म लिए हुए पुत्र लोग, ദേശങ്ങളെ പിടിച്ചെടുക്കുന്ന പുത്രന്മാർ, राज्यों को अपने अधीनता में लाने वाले पुत्र लोग, സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കുന്ന പുത്രന്മാർ, संस्थाओं को अपने अधीनता में करने वाले पुत्र लोग, രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന പുത്രന്മാർ, राज्यों को अपने अधीनता में लाने वाले पुत्र लोग, അവരുടെ മേൽ ഇപ്പോൾ തീയിറങ്ങട്ടെ, അഭിഷേകത്തിന്റെ തീയിറങ്ങട്ടെ. उनके ऊपर आत्मा की आग भी उतरने पाए. ഇവിടെ ലയൺ ഈഗിൾ ബ്രീഡ്, ലയണിനെ കുറിച്ച് ഇവിടെ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുക. और यहाँ पर शेर के बारे में, सिंह के बारे में कुछ बातें मैं बताना चाहूंगा. ലയണിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഒരു കൂട്ടമായിട്ട് മാത്രമേ ജീവിക്കത്തുള്ളൂ. और सिंह की खासियत वो अकेला नहीं रहता, एक समूह में रहता है. അവരൊരു കൂട്ടമായിരിക്കും, ഒരു സംഘമായിരിക്കും, അവരെ തനിയെ പാർക്കുന്നവരല്ല. अकेले नहीं रहते, एक समूह में रहने वाले हैं. ഞാനിങ്ങനെ കരുതുകയാണ്, ലയൺ തനിയെ പ്രാക്കുന്നത് കൊണ്ട് ഭയപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ലയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയണിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ശക്തിയാണല്ലോ, സ്ട്രെങ്ത് ആണ്. ലയണിൻ്റെ സ്ട്രെങ്തിനോട് എതിർക്കാൻ ആർക്കും കഴിയുകയില്ല. എന്നിട്ടും ലയൺ തനിയെ പാർക്കത്തില്ല, ലയൺ സംഘമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. और लायन, शेर जो है अपने आप में बड़ा शक्तिशाली होता है, जंगल का राजा होता है, बड़ी ताकत उसमें होती है. अकेला भी वो चाहिए तो रह सकता है, लेकिन इसके बावजूद कभी भी शेर अकेला नहीं रहता, एक समूह में रहता है. ऐसा क्यों? അതാണ് ഈ ഉണർവിൻ്റെ പ്രത്യേകത. നിന്നെ തന്നെ നിർത്താനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മെ ഒരുമിച്ച് നിർത്താനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. और प्रियो, इस जागृति की खासियत यह है, आपको वो अकेला खड़ा करना नहीं चाहता, लेकिन लोगों को आपस में जोड़ना चाहता है. एक समूह के रूप में आपको इन दिनों में आगे बढ़ाना चाहता है. നീ ധരിക്കരുത് എനിക്ക് ഒത്തിരി കഴിവുണ്ട്, നല്ല ശക്തിയുണ്ട്, ഞാനങ്ങ് തന്നെ നിന്ന് കളയാം, എന്നെ കൊണ്ട് ചില കാര്യങ്ങൾ സാധിക്കുമെന്ന്. നിന്നെ കൊണ്ട് ഒരു കാര്യവും സാധിക്കത്തില്ല. എന്നാൽ സഭയുടെ ശരീരമാകുന്ന സഭയുടെ ആ സംഘത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ നിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോകുന്നു. प्रियो, यदि आप ये सोचने लग जाए कि मेरे में ताकत है, मेरे में बल है, मेरे ऊपर अभिषेक आ गया, अब मैं अकेला ही सेवा कर देता हूं, आज आप कान खोलकर सुनिए, पवित्र आत्मा कभी भी यह नहीं चाहता. कलीसिया रूपी मसीह की जो देह है, उस देह का एक भाग बनकर आपस में एक दूसरे का कंधा से कंधा मिलाकर प्रोत्साहन करते हुए जब आप आगे बढ़ोगे, तभी संत की जागृति का भाग आप बन पाओगे. സിംഹത്തിൻ്റെ മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആൻഡ് കറേജ്, ബ്രേവറി. സിംഹം എന്ന് പറയുന്നത് സ്ട്രെങ്തിൻ്റെയും കറേജിൻ്റെയും സൈനാണ്, അടയാളമാണ്, സിംബലാണ്. और शेर निडरता का, साहस का, बल का प्रतीक है. സിംഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തു വന്നാലും സിംഹത്തിന് യാതൊരു അധൈര്യവും ഒരു ഭയം ഉണ്ടാകത്തില്ല. और शेर के मामले में कुछ भी हो जाए, उसमें किसी भी प्रकार का क्षणिक डर भी नहीं आता. അത്തരത്തിൽ മനക്കട്ടിയുള്ള മനോബലമുള്ള ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. और इस प्रकार से आंतरिक मनोबल वाली एक पीढ़ी को प्रभु खड़ा करना चाहता है. എവിടെയെങ്കിലും പെർസിക്യൂഷൻ വരികയാണ് എങ്കിൽ ഓടിപ്പോകുന്നവരല്ല. कहीं कोई सता हुआ करके डर के भागने वाले लोग नहीं. ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി നിലപാടുകൾ എടുക്കും, ഞാൻ പുറകോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കുകയില്ലെന്ന് പറയുന്നവരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. और चाहे जान खोना भी पड़ जाए, मरना भी पड़ जाए, लेकिन पीछे नहीं हटूंगा, यीशु के लिए आगे कदम बढ़ाऊंगा, ऐसी एक पीढ़ी को प्रभु खड़ा करना चाहता है. ഞാൻ ഒരിക്കൽ വെസ്റ്റ് ബംഗാളിലായിരുന്നപ്പോൾ ആനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് ഞാൻ താമസിക്കുമ്പോൾ എന്നോട്
മിഷണറി പറഞ്ഞു, രാത്രിയിലെങ്ങാനും ആന ഇറങ്ങുകയാണെങ്കിൽ ആനയുടെ മുന്നിലെങ്ങാനും ചെന്ന് പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു. और जब मैं वेस्ट बंगाल में एक बार गया था, वहां पर जंगली हाथी रात के समय निकलते हैं, और उस मिशनरी ने इस प्रकार से कहा कि मान लीजिए तू कहीं अकेला जंगल में घूम रहा है, बाहर निकला कोई जंगली हाथी सामने आ गया तो जान बचाने का एक तरीका मैं तुझे बताऊंगा. ആനയെ കണ്ടാൽ ഓടരുത്, ആനയെ കണ്ടാൽ ഓടിയാൽ നീ തീർന്നു. हाथी, जंगली हाथी को देखकर यदि तू भागा तो तेरा खेल खत्म. നീ ആനയുടെ മുന്നിൽ വരികയാണെങ്കിൽ, ഒറ്റയാന്റെ മുന്നിൽ വരികയാണെങ്കിൽ ആനയുടെ കണ്ണിൽ തന്നെ നോക്കിക്കോണം. यदि तू जंगली हाथी के सामने आ जाए, तुझे एक ही काम करना है, उस हाथी के आंखों में आंख डालकर तुझे देखना है. നിന്റെ നോട്ടം മാറ്റരുത്. तेरी दृष्टि तू हटाना मत. കുറെ സമയം കഴിയുമ്പോൾ कुछ समय के बाद में നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കണം. तू एक कदम आगे रखना. നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ जब तू एक कदम आगे रखेगा, ആന ഒരു സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കും. हाथी एक कदम पीछे रखेगा. ജയിച്ചു. जय तेरी है. ആമേൻ. ആ തത്വം നിങ്ങൾക്ക് മനസ്സിലായോ? പ്രതികൂലത്തെ കണ്ടോടുന്നവരല്ല, പ്രതികൂലത്തോട് എതിർത്തു നിൽക്കുന്നവർ, പെർസിക്യൂഷനോട് എതിർത്തു നിൽക്കുന്നവർ, അവരെയാണ് കർത്താവ് ഈ തലമുറയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. प्रियो, कितने लोग इस भेद को समझ पा रहे हैं? जीवन में प्रतिकूल परिस्थितियों में सताव के सामने डर कर दुबक कर भागने वाले नहीं, लेकिन उसका सामना करने वाले, आगे को कूच करने वाली एक पीढ़ी को प्रभु इन दिनों में इस्तेमाल में लेना चाहता है. നിന്റെ വീട്ടിൽ നിന്ന് ഏകയായി പുറത്തു വന്നിരിക്കുന്നു, ഏകയായി വിശ്വാസത്തിൽ വന്നിരിക്കുന്നു എല്ലാവരും നിനക്കെതിരാണെങ്കിലും, हो सकता है आपके घर से आप अकेले विश्वास में आए होंगे, आपके परिवार के सारे लोग आपके खिलाफ होंगे. നീ ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് വയ്ക്കാതെ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുകയാണെങ്കിൽ, तो एक कदम भी पीछे न बढ़ाते हुए आगे की ओर कदम को बढ़ाएगा तो നീയല്ല തോൽക്കുന്നത്, ആന തോൽക്കാൻ പോകെ. तू नहीं हारेगा. कौन हारेगा? वो हाथी हारेगा, പിശാച് തോൽക്കാൻ പോകെ. शैतान हारेगा. ആമേൻ. സിംഹത്തിന്റെ പ്രത്യേകതയാണ് കറേജ് ആൻഡ് സ്ട്രെങ്ത്, ആ ബ്രേവറി. ആ നിലവാരത്തിലുള്ള ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകും. और शेर की खासियत है निडरता, पराक्रम, सामर्थ. ऐसी एक पीढ़ी को प्रभु इन दिनों में खड़ा करना चाहता है. സിംഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രൊട്ടക്ഷൻ. തൻ്റെ കൂടെയുള്ള സകല സിംഹങ്ങളെയും, ആമേൻ, പെൺസിംഹമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവയെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യും, തൻ്റെ ടെറിറ്ററിയെ പ്രൊട്ടക്ട് ചെയ്യും. और शेर की दूसरी एक खासियत होती है, उसके झुंड में जो शेरनियां या जो बाल शावक होते हैं, इन सबको वो सुरक्षित रखता है. उसके पूरे उस क्षेत्र के ऊपर वो आधिपत्य रखता है और हर एक को वो सुरक्षित रखता है. രണ്ട് കാര്യമാണ്. ഒന്ന് ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യും, ടെറിറ്ററിയെ പ്രൊട്ടക്ട് ചെയ്യും. दो बातें हैं. एक परिवार को सुरक्षित रखता है, दूसरा उसका जो क्षेत्र है उस पूरे क्षेत्र को वो सुरक्षित रखता है. ഈ തലമുറയിലെ പുതിയ പുത്രന്മാർ അതുപോലെയുള്ളവരായിരിക്കും. സ്വന്തം കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നവരായിരിക്കും. തൻ്റെ ആത്മീക ടെറിറ്ററിയെ, സ്പിരിച്വൽ ടെറിറ്ററിയെ പ്രൊട്ടക്ട് ചെയ്യുന്നവരായിരിക്കും. और इस पीढ़ी में प्रभु इस्तेमाल में करने वाले लोग वे होंगे जो पहले अपने परिवार को सुरक्षित रखेंगे और उसके बाद प्रभु ने जो आत्मिक क्षेत्र उन्हें दिया है उस आत्मिक क्षेत्र को सुरक्षित रखेंगे. അതാണ് ആദാമിന് ദൈവം കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ആ ഗാർഡനെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. और आदम के लिए भी प्रभु ने जो कार्य सौंपा था उस बगीचे की रखवाली करना है. പക്ഷേ എങ്ങനെയാ പാമ്പകത്ത് കയറിയത്? लेकिन सांप कैसे भीतर आया? നിനക്ക് ലഭിച്ചിരിക്കുന്ന ടെറിറ്ററിയെ നിനക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയണം. तुझे जो स्थान सौंपा गया है उस स्थान को सुरक्षित रखने की जिम्मेदारी तेरी है. നിന്റെ കുടുംബത്തെ നീ പ്രൊട്ടക്ട് ചെയ്യണം. तेरे परिवार को तुझे सुरक्षित रखना है. നിന്റെ സഭയെ നീ പ്രൊട്ടക്ട് ചെയ്യണം. तेरी कलीसिया को तुझे सुरक्षित रखना है. നീ പറയണം, എന്റെ ടെറിറ്ററിക്കകത്ത് ഒരൊറ്റ പിശാച് കയറത്തില്ല. और तुझे घोषणा करनी है कि मेरी सीमा में कोई शैतान हाथ नहीं डाल सकता. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. മറ്റൊരു പ്രത്യേകതയാണ്, ലയനെ സംബന്ധിച്ചിടത്തോളം റോറിംഗ് ഉണ്ട്. ലയൺ അലറും. और शेर की दूसरी एक खासियत है कि वो गरजता है. ലയൺ റോർ ചെയ്യുമ്പോൾ ലയന്റെ ശബ്ദം 8 കിലോമീറ്റർ ദൂരം വരെ എത്തും. और जब शेर गरजता है, दहाड़ता है, उसकी आवाज 8 किलोमीटर दूर तक सुनाई देती है. 8 കിലോമീറ്റർ ദൂരത്തിൽ ഈ ശബ്ദം എത്തുമ്പോൾ, और 8 किलोमीटर दूर जब ये आवाज पहुंचती है, ഈ ശബ്ദത്തിന്റെ ഒറിജിൻ എവിടാണെന്ന്, ഇത് എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയത്തില്ല. यह शब्द कहां से आरंभ हुआ, कौन सी दिशा से यह आवाज आ रही है, उसका उद्भव कोई भी पता नहीं लगा सकता. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആ ശബ്ദം വരുന്ന അടുക്കളയിൽ നിന്നാണ്.
आपकी पत्नी रसोई के अंदर से हेलो यूं आवाज मारेगी तो आपको मालूम पड़ जाएगा कि पत्नी रसोई से आवाज मार रही है। പക്ഷേ സിംഹം റോർ ചെയ്യുമ്പോൾ 8 കിലോമീറ്റർ ചുറ്റളവിൽ ആർക്കും അതിൻ്റെ ഒറിജിൻ എവിടെയാണ് സിംഹം എന്ന് കണ്ടെത്താൻ കഴിയത്തില്ല. लेकिन जब शेर दहाड़ता है 8 किलोमीटर दूरी तक उसकी आवाज गूंजती है और दूर में रहने वाला व्यक्ति को मालूम भी नहीं होता ये कहां से आवाज आ रही है। അതുകൊണ്ട് സിംഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇര പിടിക്കാൻ പോകേണ്ട കാര്യമില്ല. और इसीलिए शेर को शिकार पकड़ने जाने की जरूरत नहीं, റോർ ചെയ്താൽ മതി. दहाड़ना काफी है। റോറിങ് നടക്കുമ്പോൾ മൃഗങ്ങളെല്ലാം വെപ്രാളത്തിലാകും. എവിടെയോ സിംഹമുണ്ട്, എവിടാണെന്ന് അറിയത്തില്ല. അവർ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഓടുമ്പോൾ കൃത്യം സിംഹത്തിന്റെ മുന്നേ വന്ന് വീഴുക. और जब शेर केवल दहाड़ता है, जानवर जान बचाने के लिए इधर उधर भागते, इन जानवरों को नहीं मालूम आवाज कहां से आ रही है और उस भगदड़ के बीच में शेर के मुंह के आगे ये जानवर आ जाते हैं। ഒരു റോറിംഗ് ജനറേഷനെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. गरजने वाली दहाड़ने वाली एक पीढ़ी को प्रभु इन दिनों में खड़ा करने जा रहा है। വിടുവിക്കപ്പെടേണ്ടവനെ നിന്റെ മുന്നേ കൊണ്ടുവരാൻ പോകുകയാണ് കർത്താവ്. और जिसके जीवन में प्रभु उद्धार देना है वह व्यक्ति तेरे सामने आ गिरेगा। ഗ്രാമ തലവന്മാരെ നിന്റെ മുന്നേ കൊണ്ടുവരാൻ പോകുകയാണ്. गांव के मुखियाओं को प्रभु आपके हाथों में ला देगा। പട്ടണത്തിലെ പ്രമുഖന്മാരെ നിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പോകുകയാണ്. नगरों के प्रमुख लोगों को प्रभु तेरे हाथों में दे देगा। ഒരു റോറിംഗ് ജനറേഷനെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. दहाड़ने वाली गरजने वाली एक पीढ़ी को प्रभु खड़ा करने जा रहा है। ലയൺ ഈഗിൾ ബ്രീഡിനെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. शेर उकाब वाली पीढ़ी को प्रभु खड़ा करने जा रहा है। നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. आइए मिलकर प्रार्थना करें, आंखों को बंद करें, सभी लोग प्रार्थना करें। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വളരെ ശക്തമാകുന്ന ഒരു സ്പർശനം സ്വീകരിക്കുന്നവർ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക. और परमेश्वर की आत्मा की उपस्थिति को स्वीकार करने वाले लोग आत्मा में अन्य भाषा में प्रार्थना करना आरंभ करें, आत्मा को ग्रहण करना आरंभ करें। കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കും. आगे बढ़ाकर प्रभु की स्तुति करना आरंभ कीजिए, അന്യഭാഷയിൽ സംസാരിക്കുക. अन्य भाषा में बोलना आरंभ कीजिए। ഈ പ്രകൃതങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇമ്പാർട്ട് ചെയ്യാൻ പോകുകയാണ്. और ये स्वभाव पवित्र आत्मा आपके जीवन में देने जा रहा है। ഇതൊരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ നിലയിൽ കർത്താവ് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുകയാണ്. और यह एक आंतरिक रूपांतरण का समय है। पवित्र आत्मा आपको अंदरूनी तरीके से रूपांतरित करने जा रहा है। ഉണർവിനെ നിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പോയി കർത്താവ്. एक जागृति तेरे आगे आने जा रही है। ആത്മാവിൽ ആരാധിച്ച്, ആത്മാവിൽ ശക്തമായിട്ട് ആരാധിച്ച്, അന്യഭാഷയിൽ ആരാധിക്കുക. सभी लोग आराधना करें। അനേകം ഏലിയാവുമാരെ, ചൂരച്ചടിയുടെ കീഴിലിരിക്കുന്ന അനേകം ഏലിയാവുമാരെ പരിശുദ്ധാത്മാവ് തട്ടി എഴുന്നേൽപ്പിക്കുന്നു എന്ന് പറയുന്നു. और पवित्र आत्मा कह रहा है कि बहुत सारे एलिया समान व्यक्ति जीवन जो झाऊ के पेड़ के नीचे थक कर हार मान कर बैठे हुए हैं, आज रात पवित्र आत्मा आपको झकझोर रहा है, आपको खड़ा करने जा रहा है। പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിനക്ക് ദൂരയാത്രയുണ്ട്. पवित्र आत्मा क्या कह रहा है? तुझे लंबा सफर करना है। ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലേഖ്യത്തിൽ ബറക്കത്തിൽ ബറക്കത്തിന് എല്ലാവരും സജീവമായിട്ട് ആത്മാവിൽ സജീവമായിട്ട് ആരാധിക്കും. നിങ്ങളുടെ ശരീരത്തിലൂടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. आपके शरीरों में परमेश्वर की सामर्थ्य उतर आने पाए। ശാരീരിക രോഗമുള്ളവരുണ്ടെങ്കിൽ ആ രോഗക്കെട്ടുകൾ ഇപ്പോൾ പൊട്ടും. शारीरिक रीति से बीमार मिलकर प्रार्थना करें, ईश्वर चंगाई को आपके जीवनों में आप स्वीकार कीजिए। സൗഖ്യത്തിന്റെ കരം കർത്താവ് വയ്ക്കാൻ പോകുകയാണ്. നിന്റെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കാൻ പോകുകയാണ്. परमेश्वर आपको छूना चाहता है, आपको चंगा करना चाहता है। യാതുര ബലകതര നിയാമാന ദിയാർതുനി ബൽകന ദിയാന മിച്കൻ മെനകജൽ ദൈകമൻ നർവീചനി ഗതൽകർ ബജാൻ കർദിനി വിസ്കുർതുനി ആൽബജനി റീനിയ മൗസിനി എബ്ജിനി അബ്റുബിനി സേവൽ ത്രദിനി വിലാം ത്രദിനി. ഓ അന്യഭാഷയെ പ്രാർത്ഥിക്കുക, അന്യഭാഷയെ പ്രാർത്ഥിക്കുക. भाषा में प्रार्थना करें, सभी लोग अन्य भाषा में प्रार्थना करें। ആമേൻ. കാരാബാനാദികൾക്ക് പരിശുദ്ധാത്മാവ് ആമേൻ നൽകുന്ന ബോധ്യങ്ങൾ പെട്ടെന്ന് പറയാം. തടവറകളെ കർത്താവ് തുറക്കുകയാണ്. ഒരു ഭയങ്കര കൂട്ടം ആളുകളെ വാതിൽ തുറന്ന് പുറത്തേക്ക് വിടുകയാണ്. ഇതുവരെ തടവറയിലായിരുന്ന കൂട്ടങ്ങളെ കർത്താവ് ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ പോകുന്നു. രാജസ്ഥാനിൽ ഉണർവ് നടക്കാൻ പോകുന്നു. और प्रभु का आत्मा कह रहा है कि राजस्थान में प्रभु एक जागृति को भेजना चाहता है। बहुत सारे लोगों की भीड़ जिन्हें बांध कर रखा गया था, पवित्र आत्मा इंद्रों में उनको आजाद कर रहा है। एक भीड़ को प्रभु का आत्मा निकाल रहा है, स्वीकार कीजिए। ഒന്നിലധികം പേർക്ക് ലാൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. അതിൽ നിങ്ങൾ കുഴഞ്ഞു പോകരുത്. വിവേകത്തോടുകൂടെ തീരുമാനമെടുക്കണം. നിങ്ങളുടെ ആത്മീയതയാണ് ഒന്നാം സ്ഥാനം. നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തിൽ നഷ്ടം സംഭവിച്ചാൽ പോലും നിങ്ങളുടെ സ്പിരിച്വൽ ഗുണമേന്മയെ നഷ്ടപ്പെടുത്തരുത്.
और जमीन संबंधी कुछ विवादों में कुछ लोग उलझे हुए हैं। प्रभु का आत्मा आपको कहता है आपके लिए आत्मिक बातें प्राथमिक होनी चाहिए। उन बातों में आपको कदम बढ़ाना है, बड़े ही विवेक के साथ में निर्णयों को लेना है। सांसारिक बातों में, जमीनी वाद विवादों में उलझकर सेवा से पीछे मत चले जाना। ഹൃദയത്തിൽ നിന്ന് ആഴത്തിൽ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ ഈ രാത്രി പരിശുദ്ധാത്മാവ് തൊടാൻ ആഗ്രഹിക്കുകയാണ്. और कुछ लोग हैं जो दिल की गहराई से प्रार्थना कर रहे हैं, प्रभु तेरी चंगाई को मैं महसूस करना चाहता हूं। आज रात पवित्र आत्मा आपको छूना चाहता है। ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ തൊടുകയാണ്. मिलकर प्रार्थना करें, प्रभु आपको छू रहा है। അതോടൊന്നിച്ച് തന്നെ ഈ ഒന്നാം രാത്രിയിൽ തന്നെ അഭിഷേകത്തിന്റെ ഒരു സ്പർശനത്തെ പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുകയാണ്. और आज की इस सभा में पवित्र आत्मा का एक अभिषेक प्रभु आप सबके ऊपर उंडेलना चाहता है। സ്വീകരിക്കുവാൻ തയ്യാറാകുക. आप स्वीकार करने के लिए तैयार हो जाए। പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. परमेश्वर पिता यीशु मसीह के नाम में आपके लोगों के लिए हम प्रार्थना करते हैं। വലിയ ആത്മപ്രവൃത്തിക്ക് വേണ്ടിയുള്ള ദാഹവും വിശപ്പും അങ്ങയുടെ ദാസീദാസന്മാർക്ക് കൊടുക്കണമേ. प्रभु जी आपके असाधारण कार्यों के लिए भूख और प्यास आप हरे के जीवन में दीजिए। ഒരു വലിയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഈ പ്രിയപ്പെട്ടവരെ കൈപിടിച്ചുയർത്തണമേ. प्रभु जी प्रार्थना के जीवन के अंदर आप इनको हाथ पकड़कर आगे बढ़ाइए। ഈ സമയത്തിന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചിലര് വളരെ ദിവസങ്ങളായിട്ട് എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിൻ്റെ നടുവിലുണ്ട്. ഇപ്പോൾ തന്നെ അവരുടെ മേൽ അത്ഭുത സൗഖ്യം വെളിപ്പെടട്ടെ. और प्रभु जी बीमारों के लिए हम प्रार्थना करते। कई ऐसे लोग हैं जो कई दिनों से कह रहे प्रभु तू मुझे चंगा कर। अभी इसी समय ईश्वरीय चंगाई आपके जीवनों में, आपके शरीरों में प्रकट होने पाए। പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഭാഗത്ത് വേദന ദിവസങ്ങളായി അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ യേശു തൊടുന്നു. ഈ നിമിഷത്തിൽ നീ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക. आपके पेट के निचले भाग में कई दिनों से दर्द है, यीशु अभी आपको चंगा कर रहा है। अपनी चंगाई को स्वीकार कीजिए। ചില ഇൻഫെക്ഷൻസ് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നു. और कुछ इन्फेक्शन यीशु मसीह के नाम में अभी चंगे हो रहे हैं। ഈ രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. यीशु मसीह के नाम में बीमार लोग चंगे होने पाए। തവേ ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം പ്രിയപ്പെട്ടവർ അനുഭവിക്കട്ടെ. प्रभु जी अभी इसी समय आपके लोग पवित्र आत्मा के स्पर्श को महसूस करने पाए। ഇവരിൽ ഒരു നല്ല പങ്ക് ആളുകളെ കർത്താവേ അങ്ങ് വീരന്റെ കയ്യിലെ അസ്ത്രമാക്കാൻ പോകുന്നതിനായി സ്തോത്രം. प्रभु जी बहुत तेरे लोगों को वीर के हाथ में तीर के समान आप इस्तेमाल में लेने जा रहे हो, उसके लिए धन्यवाद। ഒരു ലയൺ ഈഗിൾ ബ്രീഡാക്കി ഇവരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. प्रभु जी उकाब सिंह के समान एक प्रजाति को आप इनमें से खड़ा करने जा रहे हो, उसके लिए धन्यवाद। ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അവർ അനുഭവിക്കട്ടെ. अभी पवित्र आत्मा के स्पर्श को वे लोग अनुभव करने पाए। അഗ്നി ഇപ്പോൾ പ്രിയപ്പെട്ടവരുടെ മേൽ കത്തട്ടെ. आपकी आग लोगों के दिलों में जलने पाए। യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. यीशु मसीह के नाम में वो होने पाए। പിതൃപുത്ര പരിശുദ്ധാത്മ നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. पिता पुत्र पवित्र आत्मा के नाम से आपके लोगों को आशीष की घोषणा करते हैं। യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में मांगते हैं, आमीन। ആമേൻ.